Hello. Audible ആണോ? Yes, ma'am. Okay, fine. So good evening, everyone. I'm Femina, the internship manager at Kunites, and it's my pleasure to welcome you all to the AI and ML internship program. Before we begin, I'm delighted to introduce our tutor for this internship, Ms. Fatima Dilsha T. She is a passionate software developer and an MTech student in computer science engineering at Government Engineering College, Thrissur. A computer science graduate and department topper, she has developed strong expertise in artificial intelligence, machine learning, Python, full stack development, and other emerging technologies. She is deeply passionate about teaching and mentoring students with a focus on practical learning, hands on projects, and real world applications of technology. Through this internship, she'll be guiding you in building industry relevant skills and helping you gain a strong foundation in AI and machine learning. So, on behalf of Knights, I warmly welcome her to the program and look forward to the valuable insights and learning experience she'll share with all of us. Okay, so over to you, ma'am. Thank you, ma'am. Am I audible? Yeah, you're audible. Okay, fine. Hi, geeks. What's up? Am I audible? Yeah, yes, you are. So, all of you, Fine. please reply, okay? Okay, fine. Anyways, എല്ലാരും ഓഡിയോ ഓൺ ചെയ്തിട്ടില്ലെങ്കിലും കമന്റ് സെക്ഷനിൽ തംസ് അപ്പ് ഇട്ടാലും ഓക്കെ ആണ്. ഹലോ ഗീക്സ്. Okay, fine. Anyways, good evening, everyone. Okay, great. Before starting, I want everyone to relax. Actually, എല്ലാരും ഇംഗ്ലീഷിൽ ഓക്കെ ആണോ ഓർ ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്താൽ മതിയോ? വിച്ച് ഇസ് ബെറ്റർ? കമന്റ് സെക്ഷൻ പോരല്ലോ. ഹലോ. ഓക്കെ ഫൈൻ, മംഗ്ലീഷ് ഓക്കെ. ഓക്കെ ഐശ്വര്യ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ആക്ച്വലി ഒരു ടിപ്പിക്കൽ ബോറിംഗ് ലെക്ചർ പോലെ എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതായത് ടിപ്പിക്കലി ഒരു സ്ലൈഡ്സ് വായിച്ചു പോയ സെഷൻ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. We are going to discuss, interact, think, and explore together. Are you ready, guys? Okay, fine. First of all, already Miss Feminas introduced ചെയ്ത്. I'm Dilsha. Currently, I'm pursuing my master's in computer science and engineering. So, mainly my areas of interest പറഞ്ഞാല് AI, ML, full stack development, and building real world software solutions അതൊക്കെയാണ്. ബട്ട് എന്തുകൊണ്ട് ടെക്നോളജി എനിക്ക് ജസ്റ്റ് ഒരു സബ്ജക്ട് മാത്രമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ടെക്നോളജി സംതിങ് ഐ ജെന്യുവൻലി എൻജോയ് ഇൻ ലേണിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ്. ബട്ട് ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഫസ്റ്റ് AI പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലിറ്ററലി എനിക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ എത്ര പേര് ഓൾറെഡി AI കോഴ്സസോ സംതിങ് ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ? നോ. ഓക്കെ. അതിന്റെ ഇടയിൽ ഹന ഒരു യെസ്, ഐശ്വര്യ ലക്ഷ്മി യെസ്. ഓക്കെ. സോ AI എന്താ, ML എന്താ, ഡീപ് ലേണിംഗ് എന്താന്നൊക്കെ ചോദിച്ചാല് ആൻസേഴ്സ് ഉണ്ടാവും അപ്പോ, റൈറ്റ്? സോ ഓക്കെ, ആൽബിൻ എസ് അനിൽ. ഓക്കെ ആൽബിൻ, ക്യാൻ യു പ്ലീസ് ഓൺ യുവർ മൈക്ക്? ഹലോ. ഓക്കെ ഫൈൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വാട്ട് യു മീൻ ബൈ AI എന്ന് ചോദിച്ചാൽ താൻ എന്ത് പറയും? കൃത്യമായിട്ട് കാര്യമായിട്ട് അറിയത്തില്ല. ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ഡെഫിനിഷൻ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇപ്പോ AI എന്ന് വരുന്ന പറയുന്ന സമയത്ത് തന്റെ മൈൻഡിൽ വരുന്ന ടേംസ് അതെങ്കിലും അത് മോസ്റ്റ്ലി ഇപ്പൊ വേൾഡ് എല്ലാം യൂസ് ചെയ്യുന്ന AI കൊണ്ടാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള്
Yes. മീൻസ് എവയുടെ ഗ്രോയിങ് പാർട്ട് എവയുടെ ഗ്രോയിങ് പാർട്ടാ AI? അതായത് ഇപ്പോ നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളും ഇത്രയും ഡേ ബൈ ഡേ എൻഹാൻസ് ചെയ്യുന്ന ടൈമിൽ എഐക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് അതിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ ബേസിക് ആയിട്ട് AI എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിൽ വരുന്നതാണ് ChatGPT അല്ലേ? ഡേ ബൈ ഡേ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. മെറ്റ AI, വാട്സപ്പ്, ജെനയും കാര്യങ്ങളൊക്കെ അതിൽ കയറി വരുന്നുണ്ട്. കറക്റ്റ് ആണ്. അപ്പോ നമ്മള് സത്യം പറഞ്ഞാൽ AI എന്നുള്ളൊരു ടേം ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളെല്ലാരും ഡേ ബൈ ഡേ ഇത് യൂസ് ചെയ്യണതാണ്. ഇനിയിപ്പോ ഇതല്ലാണ്ട് വേറെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സജഷൻസ്, മൂവി സജഷൻസ്, ഇൻസ്റ്റഗ്രാം റെക്കമെൻഡേഷൻസ്, ജസ്റ്റ് ലൈക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്ത് കാണാം നമുക്ക്? ഇൻട്രസ്റ്റഡ്, നോട്ട് ഇൻട്രസ്റ്റഡ്, അങ്ങനെയൊക്കെ പറയില്ലേ? ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഞാനൊരു ബാഗിനെ കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് ബാഗ് മേടിക്കണം സംതിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ എടുക്കുന്ന സമയത്ത് അത് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് പോപ്പപ്പ് ചെയ്ത് വരും അല്ലേ? സോ നമ്മൾ ഡേ ബൈ ഡേ ലൈഫിൽ എല്ലായിടത്തും നമുക്ക് AI, ML എല്ലാ അതിന്റെ ഇൻട്രൂഷൻ കാണാൻ പറ്റും. സോ ഇപ്പോ നമ്മുടെ ഈ സെഷനിൽ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഫണ്ടമെന്റൽസ് ഓഫ് AI, ML ആൻഡ് സ്മോൾ കോൺസെപ്റ്റ്സ് ഓഫ് DL2. DL ഇൻ ദ സെൻസ് ഡീപ് ലേണിംഗ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഇതൊക്കെ കേട്ടപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും വിചാരിക്കണ്ട. നമ്മൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ്. സോ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ബിടെക് സ്റ്റുഡൻസ് അല്ലേ? സോ ഐ നോ നിങ്ങൾ എല്ലാവരും ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോ ന്യൂ കോളേജ്, ന്യൂ എൻവയോൺമെന്റ്, ന്യൂ ഫ്രണ്ട്സ്, ന്യൂ സബ്ജക്ട്സ് ആൻഡ് മേ ബി ഫ്യൂച്ചറിനെ കുറിച്ച് ഓൾറെഡി തിങ്ക് ചെയ്ത് BSc. ഓക്കെ ഫൈൻ. എനിവേസ് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എന്ത് ഫ്യൂച്ചർ ചെയ്യും, ഓർ എൽസ് എന്താണ് നിങ്ങളുടെ ആംബിഷൻ, ഇതൊക്കെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ടൈം ആണല്ലോ. സോ അതിന്റെ മുന്നേ തന്നെ ഞാൻ കുറച്ചും കൂടിയും ചോദിക്കാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ ഡേ ബൈ ഡേ പഠിക്കാൻ വേണ്ടി എന്തൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യാറുണ്ട്? ഈവൻ ആർക്കെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും അത് ഹെൽപ്ഫുൾ ആവും. ഇനി ചാറ്റ് ലൈക്ക് ഐ മീൻ ഇൻ കോൾ മെസ്സേജസിലാണെങ്കിലും ഫൈൻ. നിങ്ങൾ ബേസിക്കലി ഇപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാറ്? ഈവൻ വല്ല ടെക്നോളജീസ് യൂസ് ചെയ്യാറുണ്ടോ? ഓർ ലൈക്ക് റിട്ടേൺ നോട്ട്സ് ജസ്റ്റ് പഠിക്കുകയാണോ? എന്തൊക്കെ നിങ്ങൾ ചെയ്യാറ്? കേൾക്കില്ല. യു ആർ നോട്ട് ഓഡിബിൾ. ടെക്നോളജീസ് യൂസ് ചെയ്യാറുണ്ട്. ChatGPT ഓക്കെ ഫൈൻ. ChatGPT-യിൽ എന്തൊക്കെ ചെയ്യാറ്? മെയിൻലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. മെയിൻലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും, ടോപ്പിക്സ് കിട്ടും, ആൻസേഴ്സ്, അതിന്റെ കൂടെയുള്ള ആൻസേഴ്സ് കിട്ടും. അതെ, അതായത് ഇപ്പൊ നിങ്ങളും തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെ ഡേ ബൈ ഡേയിൽ ഇപ്പൊ ChatGPT യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങള് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹായ് എന്ന് ചോദിച്ചാൽ വരെ ഈവൻ ChatGPT ഓർ എനി AI റിപ്ലൈ തരും വിത്ത് നിങ്ങളുടെ ഗൂഗിൾ ID ഏതാണ് അത് വെച്ചിട്ട്. റിയലി. അപ്പോ if you ask me one field that is going to dominate in the future, without any doubt, I'll say it's AI. Actually, AI എന്ന് കേട്ടപ്പോ many people പെട്ടെന്ന് ഇമാജിൻ ചെയ്യുക റോബോട്ട്സ് ആണ്. ലൈക്ക് സയൻസ് ഫിക്ഷൻ മൂവീസിൽ അല്ലെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ട്സ് അല്ലെങ്കിൽ മെഷീൻസ് ടേക്കിംഗ് ഓവർ ഹ്യൂമൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ലൈക്ക് ഇമാജിനേഷനിൽ ബേസിക്കലി വരിക അല്ലേ? ChatGPT അതൊക്കെ എഴുതി വന്നു. ഇതൊക്കെയല്ലേ ബേസിക്. നമ്മൾ ചെറുതാവണ മുതൽ നമ്മളെ മൈൻഡിൽ AI എന്ന് വരുമ്പോ ഇങ്ങനത്തെ അല്ലെങ്കിൽ കുറെ പേരെ ജോബ് പോവും. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി AI-ന്റെ ഇൻട്രൂഷൻ കൊണ്ട് നമുക്ക് ബേസിക്കലി കിട്ടാറുള്ളത്. ബട്ട് AI അത് മാത്രല്ല. AI is much bigger. AI is much closer to your future than you think. Okay, ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. Now, I want to ask you something related to in the morning എഴുന്നേറ്റപ്പോ how many of you test your phone within first 10 minutes? നിങ്ങളുടെ ആദ്യത്തെ മോർണിംഗ് എണീച്ച ടൈമിൽ ആദ്യത്തെ 10 മിനിറ്റിൽ ഫോൺ യൂസ് ചെയ്ത് എത്ര പേരുണ്ട് ഇതില്? Be honest anyways, okay?
കണ്ടോ, ഓൾമോസ്റ്റ് എവ്രി വൺ റൈറ്റ്. ഫോൺ അൺലോക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് യൂട്യൂബ്, സ്പോട്ടിഫൈ, ഗൂഗിൾ മാപ്സ്, ChatGPT അല്ലേ? കറക്റ്റ്. ഫ്രം ദ മൊമെന്റ് യു വേക്ക് അപ്പ് AI was already working around you. കറക്റ്റ് അല്ലേ? ആക്ച്വലി ഇതൊരു സ്റ്റീരിയോടൈപ്പ് അല്ല, ഇറ്റ്സ് റിയലി ഹാപ്പനിങ് റൈറ്റ്. നിങ്ങളുടെ ഫ്രം ദ മൊമെന്റ് ഓഫ് യുവർ ലൈക്ക് നിങ്ങൾ കണ്ണ് തുറന്ന തൊട്ട് തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്സ് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്പോട്ടിഫൈ, ഇൻസ്റ്റഗ്രാം ആയിരിക്കും മേജർലി ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ്, സ്പോട്ടിഫൈ ഇങ്ങനത്തെ സാധനങ്ങളോട്ടൊക്കെ നിങ്ങളുടെ സറൗണ്ടിങ്സ് ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളാണ്. AI was already working around you. So AI is not just future. AI is not science fiction. AI is not only robots. AI is already part of our daily life. ഇനിയും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം 5 years from now, അതായത് ഇവിടെ തൊട്ട് ഇനി 5 yearsലേക്ക് ഈസ് AI important? What's your opinion about it? Yes. റമീസ്, ആൽബിൻ, ഇത്ര പേർക്കുള്ളൂ ഒപ്പീനിയൻ ഉള്ളൂ. വേറെ ആർക്കും നാളെ AI നിൽക്കും തോന്നുന്നുണ്ടോ? നിൽക്കും. അതാരാ പറഞ്ഞേ? ആകാശ്. ഹലോ ഹലോ, ഉണ്ടാവും. എന്താ AI ഉണ്ട്. AI ഉണ്ടാവും നിൽക്കും ആരോ പറഞ്ഞല്ലോ ഇൻ ബിറ്റ്വീൻ. ഞാൻ തന്നെ പറഞ്ഞേ നിക്കുന്നു. അതെന്തുകൊണ്ട്? കാരണം ഇനി അങ്ങോട്ടേക്ക് വരുമ്പോ ഫുൾ അഡ്വാൻസ്ഡ് ടെക്നോളജി ആവുമല്ലോ, അപ്പൊ AIയുടെ ആവശ്യം എന്തായാലും ഉണ്ടാവും. നീ AI കൊണ്ട് മീൻ ചെയ്യണ എന്താ? ഇപ്പോ ഒരു നമുക്കറിയാത്ത കാര്യങ്ങള് കൂടുതലായിട്ട് കിട്ടുന്നത്, നമുക്ക് അറിവ് കിട്ടുന്നത് എന്തായാലും AI നിന്നാവും. ഓക്കെ, എനിക്ക് മനസ്സിലായി നീ പറഞ്ഞത്. അതായത് നീ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ടിപ്പിക്കൽ ഓൾറെഡി ഉള്ള ഒരു AI അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക. ഫ്യൂച്ചറിസ്റ്റിക്കലി അങ്ങനെ ആയിരിക്കും എന്നല്ലേ നീ ഉദ്ദേശിച്ചേ? അതന്നെ. ഈവൻ ദോ അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. യു ഗോട്ട് മൈ പോയിന്റ്? ഓക്കെ. അപ്പോ ഇതിലില്ല എല്ലാരും ലൈക്ക് നമ്മളൊരു പക്ക ഒരു ക്ലാസ് മോഡ് പോകണ്ട. ലൈക്ക് ഇത് നമുക്കൊരു എന്താ പറയാ, ജസ്റ്റ് ഒരു ചാറ്റ് പോലെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നിങ്ങളുടെ ഐഡിയാസ് എനിക്ക് തന്നും എന്റെ ഐഡിയാസ് നിങ്ങൾക്ക് തന്നും പോവാം. അപ്പൊ എല്ലാവർക്കും എപ്പോ വേണമെന്നുണ്ടെങ്കിലും മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിലും ഈ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ. So today we are starting from zero. No complicated theory, no difficult terms, just understanding AI in the very simplest possible way. Okay, are you ready, geeks? Okay, fine. I'll share the screen. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചാറ്റ് ലൈക്ക് വിസിബിൾ ആവണമെന്നില്ല. സോ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇന്ററപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, വിസിബിൾ അല്ലേ? Yes. ഓക്കെ. So today's topic is Introduction to AI, Artificial Intelligence. Simple ആയിട്ട് പറഞ്ഞാൽ what is AI, why everyone is talking about AI, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇന്ന് നമ്മൾ ബേസിക്കലി കവർ ചെയ്യാൻ പോണ പോർഷൻസ് ഞാൻ പറഞ്ഞു. AI എന്താ, ഹ്യൂമൻ ഇന്റലിജൻസ് വേഴ്സസ് AI ഡിഫറൻസ്, AI ML DL ഡിഫറൻസ്, ഡെയിലി ലൈഫിലുള്ള ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മുടെ ആപ്ലിക്കേഷൻസ്, ടൈപ്സ് ഓഫ് AI,
ആൻഡ് സ്മോൾ ആക്ടിവിറ്റി ലാസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊരു ആക്ടിവിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി of machines to learn, reason, and make decisions, tasks that once required human thought. AI is in science fiction anymore. It's in your pocket, your phone, and your classroom. ആക്ച്വലി ഈ സ്ലൈഡിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പോക്കറ്റിൽ, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ ക്ലാസ് റൂംസിൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാം സറൗണ്ട് ചെയ്തിട്ടുള്ളത് AI ആണ്. സോ ബേസിക്കലി AI എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് ദ മെഷീൻസ് ടു ലേൺ. അതായത് ഇപ്പൊ ഒരു കാര്യം പഠിക്കാന്, അതിനെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ, നോട്ട് ദാറ്റ് മച്ച് റിലേറ്റഡ് ടു ഹ്യൂമൻ ഇന്റലിജൻസ് പോലെ അല്ലെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ ചെയ്യാന്, അതിനെ ബേസ്ഡ് ലൈക്ക് ഡിസിഷൻസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് AI ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ നമ്മള് AI എന്താണ്, എവിടെ നമുക്ക് പറഞ്ഞു. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നു, അല്ലാണെങ്കിൽ ഇതിന്റെ ഹിസ്റ്ററി എന്താ എന്നൊക്കെ പറയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ AI എന്ന് പറഞ്ഞാല് ഇപ്പോ നിങ്ങളൊക്കെ AI എന്നുള്ള വേർഡ് ഇപ്പൊ കേട്ട് തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? 2 വർഷം. 2 വർഷം. വേറെ, അതായത് ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, റൈറ്റ്? യെസ്. ഓക്കെ, ഫൈൻ. താൻ ഏതാണ്, ബിടെക് ആണോ BCA ആണോ? ബിടെക് CS. ബിടെക് CS ഏതാ ഇയർ? സെക്കൻഡ് ഇയർ. ഓക്കെ. വേറെ ആരെങ്കിലും അതിന്റെ മുന്നേ 2 years ബിഫോർ കേട്ട ആൾക്കാരുണ്ടോ? 4 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. താൻ എന്താ ചെയ്യണം അപ്പോ? ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ബിടെക്. ഓക്കെ, ഫൈൻ. ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ താൻ 4 years. ഓക്കെ, അക്സെപ്റ്റബിൾ. വേറെ ആരെങ്കിലും അതിന് 4 yearsന്റെ മുന്നേ കേട്ട ആൾക്കാര്? ഞാനുണ്ട്. ഓക്കെ, ഫൈൻ. എപ്പോഴാ, ഓൾമോസ്റ്റ് എത്ര ഇയർ ആയിട്ടാണ്? 4th year ആണ് CS കമ്പ്യൂട്ടർ ബിടെക്. ഞാൻ കൊറോണ ടൈമിലാണ് AI വന്നത്. ഓക്കെ, കൊറോണ ടൈമില് ഐ ഗസ് ഒരു 6 years, റൈറ്റ്? ഓക്കെ, അപ്പൊ താൻ ഇപ്പൊ കറന്റ് എന്ത് ചെയ്യുന്നു? 4th year കമ്പ്യൂട്ടർ സയൻസ് ബിടെക്. 4th year കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അപ്പൊ ഐ ഗസ് ഒരു +2 ആ ടൈം, +1 10th കഴിഞ്ഞ ഉടനെ, റൈറ്റ്? 10th കഴിഞ്ഞ സമയത്ത്. ഓക്കെ, ഫൈൻ. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മാക്സിമം ഒരു 6 years 7 yearsന്റെ ഉള്ളിലുള്ളൂ നമ്മൾ ഈ AI എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ആ ടേം നമ്മളെ ഇതിലൊക്കെ ഇന്റർവെൻ ചെയ്തിട്ടുള്ളൂ, റൈറ്റ്? ബട്ട് ആക്ച്വലി അതൊരു ന്യൂ ടെക്നോളജി അല്ല. 1950s മുതൽ തന്നെ AI റിലേറ്റഡ്, AI എന്നുള്ള ടേം വന്നിട്ടില്ലെങ്കിൽ പോലും AI റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ആ ഒരു ടൈം പീരീഡ് തന്നെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത്. AI എന്ന് പറഞ്ഞത് ഒരു ന്യൂ ടെക്നോളജി അല്ല. ഇപ്പോ നോക്കൂ, അലൻ ട്യൂറിംഗ്, ഐ ഗസ് ഇവിടെ ഫൈനൽ ഇയേഴ്സ് ഉണ്ടല്ലോ അല്ലെ, ബിടെക് CS. അപ്പൊ അലൻ ട്യൂറിംഗ് കേട്ടിട്ടുണ്ടാവേണ്ടതാണ് BCAക്കാരും. ട്യൂറിംഗ് മെഷീൻ സംതിങ്. യെസ്, റമീസ് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കമ്പയർ ഡിസൈനില്, ഓട്ടോമാറ്റിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പരനെ ആക്ച്വലി ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അലൻ ട്യൂറിംഗ് ആണ് ഇത് ആലോചിച്ചത്. അതായത് മെഷീൻസിന് തിങ്ക് ചെയ്യാൻ പറ്റുമോ. ഇപ്പൊ നമ്മളൊക്കെ ഇത് ചിന്തിച്ചു തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടുള്ളൂ. ഓക്കെ, ബട്ട് മൂപ്പര് 1950s തന്നെ ആക്ച്വലി അത് ആലോചിച്ചു. അപ്പൊ 1950 തൊട്ടിട്ട് തന്നെ എന്താണ്, സോറി ഇൻ ബിറ്റ്വീൻ കുറച്ച് ഡിസ്റ്റർബൻസ് വരെ വന്നു. പിന്നെ 1950 അലൻ ട്യൂറിംഗ് ആലോചിച്ചു. 1980 ശേഷം എക്സ്പേർട്സ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 1956 ഇൻ ബിറ്റ്വീൻ കയറി വന്നു. 1956 1956 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളൊരു ടേം കയറി വന്നത്. ഓക്കെ, അപ്പൊ AI എന്നുള്ള ടേം ഒരു 7 years 8 years ബിഫോർ അല്ല, അതിന്റെ മുന്നേ തന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് 1980s ഇപ്പൊ AI വിൻഡർ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബിസിനസ്സിലും കാര്യത്തിലൊക്കെ നമ്മൾ എക്സ്പേർട്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആഫ്റ്റർ 2010 ഡീപ് ലേണിംഗിന്റെ ഇന്റർവെൻഷൻ, വിച്ച് മീൻസ് AI ഇൻകോർപ്പറേറ്റഡ് വിത്ത് ML വന്നു. പിന്നെ ടുഡേ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ കാണുന്ന ഈ കൈൻഡ് ഓഫ് AI വന്നിട്ട് ഇപ്പൊ ഒരു 5, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 6-7 years. ഗൈസ്, ബോർ അടിക്കുന്നുണ്ടോ? ഇല്ല.
ഓക്കെ, ഞാന് ലൈക്ക് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഇതിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. സോ നമ്മുടെ കോർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഹലോ Yes, yes, ഓക്കെ, ഓഡിബിൾ അല്ലേ? yes. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എ ഐ പവർഫുൾ ആണ്, ബട്ട് എ ഐ ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ മാം? എന്താണ് എല്ലാവരുടെയും ഒപ്പീനിയൻ? എനിക്ക് ചാറ്റ് ആക്ച്വലി കാണില്ല, അപ്പൊ ഒരു 2-3 ആൾക്കാർ ഓഡിയോ ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആവും. ഇല്ല, ഇല്ല. നോ, യെസ്, നോ, അങ്ങനെ ഒരു പാരഡിഗമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കണേ. പറ്റില്ല. പറ്റില്ല. പറ്റൂന്ന് പറഞ്ഞ ആരാ പറ്റൂന്ന് ഇൻ ബിറ്റ്വീൻ ആരോ പറഞ്ഞു? ഞാനാ. എന്തുകൊണ്ട് പറഞ്ഞേ? അത് ഇപ്പോ എന്റെ ChatGPT ഒക്കെ ആയാലും ഇപ്പൊ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കുമ്പോ അപ്പം തന്നെ ആൻസേഴ്സ് കിട്ടിയിട്ട് അങ്ങനെ അപ്പൊ അതിന് അപ്പൊ ആൻസേഴ്സ് വേണം തരാൻ കഴിയുന്നല്ലോ. അല്ല എന്റെ ഒരു ഇത്. ഓക്കെ, നിന്റെ ഒപ്പീനിയനിൽ അതങ്ങനെ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഒപ്പീനിയൻ? ഇതേ ഒപ്പീനിയനിലില്ലേ എ ഐ ക്യാൻ റീപ്ലേസ് എ ഐ ക്യാൻ റീപ്ലേസ് ഹ്യൂമൻ ഇന്റലിജൻസ് പറയണത്? എനിവേസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഈ PPT ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഈ PPT ആക്ച്വലി ഒരു 2 മിനിറ്റ് ഒരു എ ഐ ഉണ്ടാക്കിയതാ. നിങ്ങൾക്ക് എത്ര പേര് ഗാമ AI നെ കുറിച്ച് അവെയർ ആണ്? ആർക്കെങ്കിലും അറിയോ? ഞാൻ എനിവേസ് നിങ്ങളുടെ ഇതും കൂടി ഇതിൽ ആഡ് ചെയ്യാം. എത്ര പേർക്ക് അറിയാം ഗാമ AI നെ കുറിച്ച്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, ഇത് ഇതിനുള്ള യെസ് ആയിരിക്കില്ലേ അത്? ഓക്കെ, ഫൈൻ. നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യാനാ, നമ്മൾ ഓരോ PPT ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരു AI ആണത്. അപ്പൊ ഇവിടെ ഞാനിത് യൂസ് ചെയ്യാനുള്ള റീസൺസ് പറഞ്ഞാല്, ഫസ്റ്റ് തിങ് ഇതിന്റെ സ്പീഡാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു PPT ഇതേപോലെ ഒരു 10-15 സ്ലൈഡ്സിൽ ഒരു PPT ഉണ്ടാക്കാം, മിനിമം എന്തായാലും എനിക്കൊരു ലൈക്ക് 30 to 1 hour എടുക്കും ഇങ്ങനത്തെ ഇമേജസ് ആഡ് ചെയ്ത് ലൈക്ക് അലൈൻമെന്റ് കറക്റ്റ് ആക്കി വരാനൊക്കെ. ആൻഡ് ഓൾസോ എക്സാമ്പിൾ, എനിക്കത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മടി വരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് ആ ടൈമിൽ ജനറേറ്റ് ചെയ്യാം. യൂസസ് ആണ് അല്ലേ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറഞ്ഞാൽ ഉപകാരമായിരിക്കും. ഓഡിയോ ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അക്നോളജ് ചെയ്യണേ. കോളേജ് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ ഇപ്പൊ കട്ടാവുന്നുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ ചോദിക്കാണ്, AI എത്തിക്സ് ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും അതിന് ഓപ്പോസിഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഓപ്പോസിഷൻ ഇല്ല ആൾക്കാരൊന്ന് ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഈ റമീസിന്റെ ഓപ്പോസിഷൻ ആണോ? നോ. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ AI എത്തിക്സ് ഇല്ല. ഫോർ എക്സാമ്പിൾ, റൈറ്റ് ഏതാ റോങ് ഏതാന്നൊന്നും AI ക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആരാ? ഹ്യൂമൻ തന്നെയല്ലേ?
യെസ്. യെസ്, എത്തിക്സ് ഉണ്ട്. എത്തിക്സ് അരുൺ വി എസ്, എത്തിക്സ് ഉണ്ട് എഐക്കോ? എങ്ങനെയാണ് താൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് എഐ എത്തിക്കലി ഡ്രിവൺ ആവുന്നത്? ഹലോ അരുൺ വി എസ്, ആർ യു ദേർ? ഓക്കെ, എനിവേസ് വിട്. പിന്നെ അതേപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ. യെസ്, ഐ ഡിഡ് നോട്ട് ഗീവ് above sensitive data. I didn't get you. Can you please on your mic? പോട്ടെ. ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം, അതായത് അൺനോൺ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആരാ? ഹ്യൂമൻ ആണോ എഐ ആണോ? ഹ്യൂമൻ. റമീസ് പറഞ്ഞു ഹ്യൂമൻ ആണ്. വേറെ ആർക്കെങ്കിലും? ആൽവിൻ ഹ്യൂമൻ. ഓക്കെ, ഐശ്വര്യക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹ്യൂമൻ തന്നെ. ഹ്യൂമൻ തന്നെ, ഫൈൻ, കറക്റ്റ് ആണ്. അതായത് ഇപ്പോ നമുക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത സിറ്റുവേഷൻസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ തല പുകച്ച് ആൻസേഴ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമ്മളെ പോലത്തെ മനുഷ്യന്മാർക്ക് അത് പറ്റുള്ളൂ. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിടെക് ടൈമിൽ ഏതോ ഒരു സബ്ജക്റ്റിൽ ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് എഐക്ക് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് അത് ഇൻ ബിറ്റ്വീൻ പറയാറുണ്ട്. അതായത് എന്താണ്, അവര് ലിറിക്സ് എഐ വെച്ച് ഉണ്ടാക്കിയത്. ബട്ട് റിയൽ ഇമോഷൻ കൺസിഡർ ചെയ്തിട്ട് ഒരിക്കലും എഐക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മുടെ ഇപ്പൊ ഈ ഒരു സ്ലൈഡിന്റെ കൺക്ലൂഷൻ എന്താന്ന് പറഞ്ഞാല്, ഫ്യൂച്ചർ ഈസ് നോട്ട് എഐ വേഴ്സസ് ഹ്യൂമൻ. ഫ്യൂച്ചർ ഈസ് എഐ പ്ലസ് ഹ്യൂമൻ. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത് ആര് ചോദിച്ചാലും നിങ്ങൾ ഈ ആൻസറാ പറയേണ്ടത്. ലൈക്ക് അവർ തമ്മിലെ കോമ്പറ്റീഷൻ അല്ല, ഹ്യൂമൻ വേഴ്സസ് എ ഐ എന്നുള്ള കോമ്പറ്റീഷൻ അല്ല ഫ്യൂച്ചറിസ്റ്റിക്. എ ഐ പ്ലസ് ഹ്യൂമൻ ആണ് ഫ്യൂച്ചർ. ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? ബേസിക്കലി ഹ്യൂമൻ ബിഹേവിയേഴ്സ് മിമിക് ചെയ്യാൻ വേണ്ടിയല്ലേ ഈ മെഷീൻസ് എ മെഷീൻസ് യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ എന്ത് മിമിക് ചെയ്യാനാണ് ചോദിച്ചേ? ഹ്യൂമൻ ബിഹേവിയേഴ്സ്. ഓക്കെ ഫൈൻ. ഹ്യൂമൻ ബിഹേവിയേഴ്സ് മിമിക് ചെയ്യാൻ പറ്റുകയാണെന്നെങ്കിലും അതൊരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റ് വരെ അത് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമുക്ക് ML കിടക്കുമ്പോൾ നിനക്ക് ഞാൻ ഇതിന്റെ ആൻസർ തരാം. ഓക്കെ, ലൈക്ക് മെഷീൻ ലേണിംഗിലേക്ക് പോകുമ്പോൾ ഇപ്പൊ എഐയിൽ നീ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ലൈക്ക് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ മാനുവൽ ആയിട്ടുള്ള എല്ലാ ലൈക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും കുറച്ചും കൂടി ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് എഐ നമ്മളിപ്പോ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ. ബട്ട് വി കാൺ സേ ഒരു കംപ്ലീറ്റ് ഹ്യൂമനിന്റെ എല്ലാ ബിഹേവിയേഴ്സും നമ്മുടെ എഐ മിമിക് ചെയ്യുന്നത്. അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. എല്ലാരും എന്തിനും ഫിലിം കണ്ടിട്ടില്ലേ? എനിക്ക് ചാറ്റ് ബോക്സ് വളരെ ലൈക്ക് സങ്കടം വരുന്നു. കുറച്ച് പേര് റിപ്ലൈ ചെയ്യുന്നു. എല്ലാവരും ഒന്ന് റിപ്ലൈ ഇട്ടെ. എല്ലാവരും ഫയറോ തംസപ്പോ വാട്ട് എവർ എന്തെങ്കിലുമൊക്കെ എന്നിട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഈ എന്തിനും ഫിലിമിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ആ രജനീകാന്തിനെ മിമിക് ചെയ്യണ പോലെ തന്നെയാണ് ചിട്ടി റോബോട്ട് ഉണ്ടാക്കിയത്. ബട്ട് വാട്ട് ഹാപ്പൻഡ് അറ്റ് ദ എൻഡ്? ഐശ്വര്യ മനസ്സിലാണ്ടോ ഞാൻ പറയുന്നത്? യെസ്. ഓക്കെ. അപ്പൊ അതാണ് എല്ലാത്തിനും എഐക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയേഴ്സ് ഇനി അല്ലെങ്കിൽ റീസണിങ്, ലേണിംഗ്, തിങ്കിങ് നിലയിലൊക്കെ ഒരു എക്സ്റ്റെന്റ് ഉണ്ട്. അതിന്റെ അപ്പുറം അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് അതും തന്നെ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആരാണ്? മനുഷ്യന്മാരാണ്. ക്ലിയർ? ഓക്കെ, എനിവേസ് എന്തായാലും ഈ ഒരു എഐ വേഴ്സസ് ഹ്യൂമൻ ഇന്റലിജൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ ടോപ്പിക്, AI versus machine learning. Visible alle screen? Yes. Okay.
ഞാൻ ചോദിക്കാണ്, ലൈക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് നോക്കാണ്ടൊന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ AI ആൻഡ് ML? ML എന്ന് പറഞ്ഞ സബ്സെറ്റ് ഓഫ് AI ആണ്. അതെ, കറക്റ്റ് ആണ്. വേറെ എംഎൽ 3 ടൈപ്പ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് ML, അൺസൂപ്പർവൈസ്ഡ് ML, റീഇൻഫോഴ്സ്മെന്റ് ML. അത് ടൈപ്സ് ഓഫ് മെഷീനിലാണ്. കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ML എന്ന് പറഞ്ഞാൽ AI അൽഗോരിതംസ് ആണ്. അത് ഇപ്പൊ എക്സ്പീരിയൻസ് വെച്ചും ഡാറ്റ വെച്ചും പഠിക്കണ ഇതല്ലേ? അതെ അതെ, അതായത് ഹ്യൂമൻസ് പെർഫോം ചെയ്യുന്ന ടാസ്ക് പെർഫോം ചെയ്യാൻ മെഷീൻസിനെ തയ്യാറാക്കുന്നതാ ML. യെസ്, കറക്റ്റ്. അപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് മാനുവൽ പ്രോഗ്രാമിംഗ്, മെഷീൻസ് ലേൺ ഫ്രം ഡാറ്റ. നമ്മളൊരു ഡാറ്റ ഇൻപുട്ട് ചെയ്യാണ്, അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യും? മെഷീൻ ലേൺ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ഔട്ട്പുട്ട് തരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പാം ഡിറ്റക്ഷൻ ഉണ്ടല്ലോ, ലൈക്ക് നിങ്ങൾ ആരെങ്കിലും മിനി പ്രൊജക്റ്റിൽ ചെയ്തോ നിങ്ങൾക്ക് അറിയില്ല, ഇമെയിൽസ് സ്പാം ആണോ അതോ നോൺ സ്പാം ആണോ ഡിറ്റക്ട് ചെയ്യാനൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പറയണ MLന്റെ എക്സാമ്പിൾ അതൊക്കെയാണ് പറയാം. എത്ര പേര് എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ പാറ്റേൺ റെക്കഗ്നിഷൻ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോയി, നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുമല്ലോ, അതൊക്കെ ഇപ്പൊ മെഷീൻ ലേണിംഗിൽ ചെയ്യണതാണ്. ആക്ച്വലി AI എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ ഈ വ്യൂ ചെയ്യണ പോലെ ആ ബ്രോഡർ ഏരിയയിൽ വരുന്ന ഒരു സബ്സെറ്റ് ആണ് ML. അതിലും വരുന്ന MLന്റെ ഒരു സബ്സെറ്റ് ആണ് ഡീപ് ലേണിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത് ഒന്നും കൂടി മനസ്സിലാവാനാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ലൈക്ക് AI ഒരു എൻറ്റയർ യൂണിവേഴ്സ് ആണ്, ML ഒരു പ്ലാനറ്റ് ആണ്, DL ഒരു കൺട്രി ആണ്. ഓക്കെ ഓക്കെ, ഫൈൻ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്? AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റയർ യൂണിവേഴ്സ് ആണ്, ML ഒരു പ്ലാനറ്റ് ആണ്, DL ഒരു കൺട്രി ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി ടു റിമെമ്പർ, റൈറ്റ്? സന്ദീപിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, അല്ല, ഡൗട്ട് AI ഒരു പ്ലാന്റ് ആണ്, ML ഒരു ക്ലിയർ അല്ല, പറയൂ. അല്ല, ഡൗട്ട് AI ഒരു പ്ലാന്റ് ആണ്, ML ഒരു ബാക്കി എന്താ? AI ഒരു യൂണിവേഴ്സ് എക്സാമ്പിൾ ആണ് ഞാൻ പറയണത്, അതായത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. AI ഒരു യൂണിവേഴ്സ് ആണ്, ക്ലിയർ? ആ യൂണിവേഴ്സിൽ കുറെ പ്ലാനറ്റ്സ് ഉണ്ടാവില്ലേ? സെയിം ആസ് ദാറ്റ് ഒരു പ്ലാനറ്റ് ആണ് ML. ആ പ്ലാനറ്റിൽ ഒരു കൺട്രി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി ഡീപ് ലേണിംഗിനെ. ക്ലിയർ? DL ഒരു കൺട്രി, ലൈക്ക് ആ മെഷീൻ ലേണിംഗിലെ ഒരു സബ്സെറ്റ് ആണ് ഡീപ് ലേണിംഗ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ആൽബിൻ, ഓക്കെ, ഫൈൻ. സോ ഇനി നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ AIന്റെ ഇന്റർവെൻഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞു ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ? ഇല്ല. ഇവിടെ എത്ര പേർക്ക് അറിയാം AI റിലേറ്റഡ് ആണ് ഗൂഗിൾ മാപ്പ് എന്ന്? എല്ലാവർക്കും അറിയില്ലേ? അറിയാം. അതേപോലെ തന്നെ നമ്മുടെ ഞാൻ ആദ്യമേ പറഞ്ഞു എന്ത്, നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റഗ്രാം. ഫോർ എക്സാമ്പിൾ വേറെ എവിടെയും പോണ്ട, ഐഫോൺ യൂസേഴ്സിന് അറിയാം ഹേയ് സിറി എന്ന് വിളിച്ചാൽ ഓൾറെഡി സിറി കേൾക്കും. സെയിം ആസ് ദാറ്റ് ഇപ്പൊ നമ്മളൊരു ഹോം ഓട്ടോമേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേയ് അലക്സ പ്ലേ സോങ് എന്ന് പറഞ്ഞാൽ അലക്സ കേൾക്കും, അല്ലേ? യെസ് യെസ്, അതെ. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മളെ മൊബൈൽ ആപ്സ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റഗ്രാം, ChatGPT എല്ലായിടത്തും നമുക്ക് കേൾക്കാം. പിന്നെ അതേപോലെ തന്നെ ആരൊക്കെ സെൽഫ് ഡ്രിവൺ കാർസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ അടുത്ത് ഭയങ്കര വൈറലായിരുന്നു ലണ്ടനിലൊക്കെ. യെസ് യെസ്, ഇപ്പോ ഇതാണ് ഇപ്പോഴത്തെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് AIന്റെ സെൽഫ് ഡ്രിവൺ കാർസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ ഒരു ഡ്രൈവർ ഇല്ലാണ്ട്
ഓട്ടോമാറ്റിക്കലി കാർ മൂവ് ചെയ്യണം. നമ്മൾ പറയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് ഡ്രൈവർ ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കണം ആക്കുക. UAE, ടെസ്ല, എക്സാക്ട്ലി. അപ്പൊ ഇതൊക്കെയാണ് എന്ത് AI-ന്റെ ഡേ ടു ഡേ നമ്മുടെ ഇന്റർവെൻഷൻസ്. സെൽഫ് ഡ്രിവൺ കാർസ്, autonomous vehicles combine computer vision, sensor fusion, and deep learning to navigate roads without human driver. Cameras and lidar perceive the environment. AI model predict the pedestrians and vehicle behavior. Control systems act, steering, ബ്രേക്കിംഗ്, ആക്സിലറേറ്റിംഗ്. കണ്ടോ, ഇവിടെ AI മോഡൽസ് വെച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ, അതായത് കാറിന്റെ ഫ്രണ്ടിൽ പെഡസ്ട്രിയൻസ് ഉണ്ടോ, അതേപോലെ വെഹിക്കിൾ ഉണ്ടോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ആക്സിലറേറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ആ ഒരു കാറിനെ മോഡൽ ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ടൈപ്സ് ഓഫ് AI നോക്കാം. ഇപ്പൊ നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ ആക്ച്വലി നാരോ AI ആണ്. അതായത് ഇപ്പോ ഈ വോയിസ് റെക്കഗ്നിഷന്, ചെസ്, അതായത് ഒരൊറ്റ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാരോ AI എന്ന് ഡിഫൈൻ ചെയ്യാം. ഡിസൈൻഡ് ഫോർ വൺ സ്പെസിഫിക് ടാസ്ക്. ഇപ്പൊ ചെസ് കളിക്കണ, സ്പാം ഫിൽറ്ററിങ്, വോയിസ് റെക്കഗ്നിഷന്, അത് ഹൈലി capable within its domain. This is the AI we have today. ഇതല്ലാണ്ട് ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ വരുന്നുണ്ട്. ജെൻ AI എന്ന് ഷോർട്ട് ആയിട്ട് പറയും. അതായത് ജനറൽ AI അല്ലെങ്കിൽ ജനറേറ്റീവ് AI. അതാണ് ആക്ച്വലി ഹ്യൂമൻ ലെവൽ ഇന്റലിജൻസിലെ AI. ഓക്കെ, ജനറൽ എഐക്ക് മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമായിരിക്കും? ഇഷ്ടായി. അതാരാ പറഞ്ഞേ? ഞാൻ സന്ദീപ്. ഓക്കെ, ഫൈൻ. അതായത് ഈ ജെൻഐന്റെ ഇന്റർവെൻഷൻസ് കാരണമാണ് ഇപ്പൊ എല്ലാവരും CS റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ IT ഫീൽഡില് ലൈക്ക് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാന്ന് പറയണേ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആണ് മാർക്കറ്റ്. ഇതൊക്കെ പറയാനുള്ള റീസൺ ഈ ജെൻഐന്റെ ഇന്റർവെൻഷൻ ആണ്. ബട്ട് എന്തൊക്കെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ സൈഡ് ഇപ്പോ വേണമെന്നുണ്ടെങ്കിൽ കോഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വെച്ച് ചെയ്യാം, AI വെച്ച് ചെയ്യാം. ബട്ട് ഹാർഡ്വെയർ ഇപ്പൊ VLSI, ഇപ്പോ ഞാനിപ്പോ ഓൾറെഡി, ബട്ട് അതിലൊക്കെ ഒരിക്കലും നമുക്ക് AI ഇന്റർവെൻഷൻസ് പോസിബിൾ അല്ല. ഇപ്പൊ പോലും ഇൻക്ലൂഡ് ചെയ്യാത്ത പല പല ഫീൽഡും ഉണ്ട്. ഫൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്കെ, ഓഡിയോ കട്ടാകുന്നുണ്ട്. മാഡം ഓഡിയോ കട്ടാവുണ്ടേ. ഓക്കെ, ഇപ്പൊ ഓഡിബിൾ ആണോ? ബഫറിംഗ് ഇഷ്യൂസ് വരുന്നുണ്ട്. ആർക്കെങ്കിലും ബഫറിംഗ് ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ നിർത്തി ജെൻഐന്റെ കേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും AI ഇൻക്ലൂഡ് ചെയ്യാത്ത പല പല ഫീൽഡ് ഉണ്ട്. ആൻഡ് ഓൾസോ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോ ഇനി ഫ്യൂച്ചറിസ്റ്റിക്കലി അത്രയും എക്സ്ട്രീം ആയിട്ടൊക്കെ ടെക്നോളജി വളർന്നേക്കാം. ഐ ഗസ് ഒരു 2050 ഓൺവേർഡ്സ് ഒക്കെ. അപ്പൊ കറന്റ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുമ്പോൾ ജെൻഐ ഒരിക്കലും ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യണില്ല ഒരു പോയിന്റ് വരെ. ക്ലിയർ? ഓക്കെ, ഇതേപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫൈൻ. ഇനിയിപ്പോ ഇതേപോലെ ഒരു ഐ ഗസ് നിങ്ങളെല്ലാരും അത്യാവശ്യത്തിന് AI യൂസ് ചെയ്യണ AI ടൂൾസ്, നിങ്ങൾക്ക് അറിയണ കുറച്ച് AI ടൂൾസ് ഒന്ന് ആരെങ്കിലും പറയോ? ലൈക് ചാറ്റ് ബോട്ടിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യണ AI സംഭവം. ഇപ്പൊ ChatGPT ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. DeepSeek, ഓക്കെ, ക്ലൗഡ്.
പിന്നെ ക്രോക്ക്, പെർപ്ലെക്സിറ്റി. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഡേ ടു ഡേ ലൈഫ് ഈ ക്ലോഡ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യണം നിങ്ങൾ പ്രൊജക്ടിനൊക്കെ ആയിട്ടാണോ ചെയ്യാറ്? ക്ലോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ജെമിനൈ അതിന്റെ ഫ്രണ്ടിൽ പറയണത് ഞാൻ കണ്ടിട്ടില്ല, സോറി. ആ ക്ലോഡ് ലൈക്ക് അപ്പൊ അതിന് ലിമിറ്റേഷൻ ഇല്ലേ? അതായത് ടോക്കൺസ് ഇല്ലേ? ഒരു പെർട്ടിക്കുലർ കുറച്ച് 4-5 പ്രോംപ്റ്റ് കൊടുത്താൽ അത് നിൽക്കും അല്ലേ? ആ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യാം? അതായത് ക്ലോഡ് ഗ്രോക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയൂ, അതായത് ഇതിന് നമുക്ക് ടോക്കൺസ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഇത് കഴിഞ്ഞാല് അതിന്റെ വർക്കിംഗ് നിൽക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓൾറെഡി അതിന്റെ പ്ലാൻ ഓൾറെഡി റീചാർജ് ആയിട്ട് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ബാക്കപ്പ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ഡേ യൂസ് ആക്കും. ഓക്കെ ഫൈൻ, നെക്സ്റ്റ് ഡേ വേറെ. അപ്പൊ നീ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നീ ഓൾറെഡി ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻ ബിറ്റ്വീൻ നിനക്ക് എന്ത് ഓൾറെഡി ഇപ്പൊ ഡെഡ് ലൈൻ ഇന്ന് ഈവനിങ് ആണ്, ഇന്നൊരു മോർണിംഗ് 11:30 ആയപ്പോ നിന്റെ ക്ലൗഡിന്റെ കോട്ട കഴിഞ്ഞ്. അപ്പൊ നീ എന്താ ചെയ്യാ? നെക്സ്റ്റ് ഡേ വരെ നെക്സ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്യോ? വേറെ മെയിൽ ID വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നൊന്നും പറയരുത് പ്ലീസ്. ക്ലോഡിന്റെ ഡാറ്റ ചാറ്റ് ജിപിടിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ചാറ്റ് ജിപിടി വെച്ച് ചെയ്യുമ്പോൾ നീ മാനുവലി ചെയ്യണ്ടേ? ഇനി കോഡെക്സ് യൂസ് ചെയ്യോ? ലൈക്ക് ഇതിലാർക്കെങ്കിലും പറയണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയോ ഓൺ ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ, നോ പ്രോബ്ലം. പൈസ കൊടുത്ത് റീചാർജ് ചെയ്താൽ മതിയില്ലേ? എത്രയാണ് എമൗണ്ട് എന്നറിയോ? ഡോളേഴ്സ് ആണ്. ഫോൺ റീചാർജ് ആവണ കേസ് അല്ല കേട്ടോ പറയണേ. ഫൈൻ ഫൈൻ. എനിവേ ജോബ്സ് അപ്പാർട്ട്, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മള് മേജർലി വരുന്ന എല്ലാ ടൂൾസും ഈ പറഞ്ഞ പോലെ പെയ്ഡ് ആണ് വരുന്നത്. ആകെ കുറച്ച് പേരുള്ളൂ നമുക്ക് ഫ്രീ കോട്ട തരണുള്ളൂ, അതും ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി യൂസ് ആക്കാൻ പറ്റുന്നത് ചാറ്റ് ജിപിടി ആണ്. പക്ഷെ എന്താ വെച്ചാൽ ചാറ്റ് ജിപിടിയിൽ ഓൾറെഡി കോഡ് നമുക്ക് ഇപ്പോ VSക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഗൂഗിൾ കൊലാബ് ആരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ മുന്നേ കേട്ടിട്ടുണ്ടോ ഗൂഗിൾ കൊലാബ്? യെസ്, യൂസ് ചെയ്യാറുണ്ടോ? യെസ് യെസ്. അപ്പോ നോ. ഓക്കെ, യെസ് നോ യെസ് നോ. അപ്പൊ എല്ലാരും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഞാൻ കോഡ് ഓൾറെഡി ഇപ്പൊ ഇന്ന് ഞാൻ പേസ്റ്റ് ചെയ്ത് തരാം. നമുക്ക് AI വെച്ചിട്ട് ഒരു ചെറിയൊരു ഫേസ് ഡിറ്റക്ഷൻ ചെയ്താലോ? ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ. അപ്പൊ എല്ലാരും സിസ്റ്റം എല്ലാവരും എടുത്തില്ലേ? ഐ മീൻ ഡെസ്ക്ടോപ്പ് ലാപ്പ്. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് കൊളാബ് എടുത്തേ. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർക്ക് മെയിലൊക്കെ ഒന്ന് കൊടുത്ത് ചെയ്യേണ്ടി വരും. പുറത്താണ്. ഓക്കെ, പുറത്തല്ലാത്ത ആൾക്കാരൊന്ന് യൂസ് ചെയ്തേ. വണ്ടി ഓടിക്കുകയാണ്. അപ്പൊ വണ്ടി ഓടിക്കാത്ത ആൾക്കാരും ഇതൊന്ന് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ടൈം കൊളാബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോ ലോഗിൻ ചെയ്യേണ്ടി വരും, മെയിൽ ID ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാരും റെഡി അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ ഗായ്സ്. ഓക്കെ,
അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഞാനിപ്പോ കറന്റ് ഇതിന്റെ കോഡ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ചാറ്റ് ബോട്ടില് ഓക്കെ പേസ്റ്റ് ചെയ്യാം. ഇത് ഫേസ് ഡിറ്റക്ഷന്റെ, അതായത് ഫേസ് ഇപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ഇയർ പ്രൊജക്ട്സിലൊക്കെ ഇപ്പൊ മിനി പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ കൊളാബിലല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു വെബ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പൊ ഇതൊരു ഫേസ് ഡിറ്റക്ഷന്റെ കോഡാണ്. ഇത് നമുക്ക് എന്താന്നുള്ളതൊക്കെ ലൈബ്രറീസ് പഠിക്കുമ്പോഴും പൈത്തൺ പഠിക്കുമ്പോഴും ഞാൻ ഒന്നും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരികയാണ്. അപ്പൊ ഇതാണ് കോഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗൂഗിൾ കൊളാബില് ഇതൊന്ന് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. എല്ലാരും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞോ? ഇതിന്റെ സെറ്റപ്പും അതേപോലെ കോഡ് പേസ്റ്റ് ചെയ്ത ആൾക്കാരൊന്ന് തംസപ്പെട്ടെ. ഓക്കെ ഫൈൻ. അദ്വൈത് രാജ്, ദിൽനാമി, ഓക്കെ, അരുൺ, ഗോവിന്ദ്, ഓക്കെ ഫൈൻ. സോ അതൊന്ന് ഇവിടുത്തെ സൈഡത്തെ ബട്ടൺ കണ്ടോ, അതായത് ഒരു പ്ലേ ചെയ്യണ സിമ്പല്, അവിടെ ഒന്ന് ടച്ച് ചെയ്തേ. അപ്പൊ അത് പ്രോസസ് ആയിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ചൂസ് ഫയൽസ്, ക്യാൻസൽ അപ്ലോഡ് എന്നുള്ളൊരു സംഭവം കയറി വരും. വിസിബിൾ അല്ല എല്ലാവർക്കും? വന്നോ? എത്ര പേർക്ക് വന്നു? വന്നവരൊന്ന് യെസ്സോ തംസപ്പോ ഫയറോ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്നിട്ടെ. വന്നു. ക്ലാപ്സ് ഒക്കെ, താങ്ക് യു. അപ്പൊ ഈ ചൂസ് ഫയൽസിന്റെ അവിടെ എന്ത് ചെയ്യാ? ഐ ഗെസ് നിങ്ങളുടെ എല്ലാവരുടെയും ഡെസ്ക്ടോപ്പിൽ ഒരു ഇമേജ് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇപ്പൊ ഒറ്റ സിംഗിൾ ഇമേജ്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ എന്റെ തന്നെ ഒരു ഇമേജ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിലിട്ടു. അതിപ്പോ ലൈക്ക് വർക്കിംഗ് 3 ഡൺ ആണ്. കുറച്ച് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം ഒന്ന് സ്ലോ ആണ്. അപ്പൊ എന്ത് സംഭവിക്കണം, ഞാനത് അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോ ഓൾറെഡി എന്റെ ഇമേജ് ഇവിടെ കയറി വന്നു. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ജനറേറ്റഡ് ആവുന്നുണ്ടോ നോക്കട്ടെ. കുറച്ച് സ്ലോ ആണ്. ഞാൻ ഒരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞു തരാം. ഇപ്പൊ ഈ ഒരു സിമ്പിൾ കാണുന്നുണ്ടാവും എല്ലാവർക്കും ഐ ഗസ്. അപ്പൊ ഫയൽസ് ആണ്, അതിൽ അപ്ലോഡ് ബട്ടൺ ഉണ്ടാവും. അപ്പൊ ആ അപ്ലോഡ് ബട്ടണിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഒരു ഇമേജ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. സി, അപ്പൊ ഓൾറെഡി എന്ത് സംഭവിക്കേണ്ടതാണ്, ഐ ഗസ് പാരലലി 2-3 ഇത് വർക്ക് ചെയ്യണോണ്ടായിരിക്കും കുറച്ച് സ്ലോ ആണ്. നിങ്ങളതൊക്കെ സെറ്റ് ആയോ? ആഫ്റ്റർ കോപ്പി പേസ്റ്റ് എന്താ ഒന്നുകൂടി പറയാം. ഓക്കെ ഫൈൻ. അതായത് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കിയേ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. ഇതിപ്പോ ഓൾറെഡി വർക്കിംഗ് ആണ്. ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ടാവും. അതായത് റൺ ചെയ്യാനാണ്, ആ സെല്ല് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ആണ്. അപ്പൊ അവിടെ ടച്ച് ചെയ്യാം. അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ അത് റൺ ചെയ്യും. അപ്പൊ റൺ ചെയ്യുമ്പോൾ ചൂസ് ഫയൽസ്, അപ്ലോഡ് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് എന്തെങ്കിലും വരും. അപ്പൊ അവിടെ നിങ്ങളുടെ ഒരു ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ക്ലിയർ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അനന്യ, ഓക്കെ, അനന്യ ക്ലിയർ ആണ്. ഇവിടെ ഓൾറെഡി ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഈ img = cv2 .im read അവിടെ ഒരു ബ്രാക്കറ്റിൽ ഒരു png നെയിം കാണും. ആ നെയിമും ഞാൻ കൊടുക്കണ എന്റെ ഇമേജിന്റെ നെയിമും സെയിം ആവണം കേട്ടോ, ബിക്കോസ് അതാണ് റീഡ് ചെയ്യണത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം കാണുന്നുണ്ടോ നിങ്ങൾക്ക്?
ഓക്കെ, അതൊന്ന് സെറ്റ് ചെയ്യണം എല്ലാരും. നിങ്ങളുടെ ഇമേജിന്റെ നെയിം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. എത്ര പേരുടെ വർക്ക് ആയി? ഇമേജ് ഡിറ്റക്ട് ചെയ്തോ ഋഷികേഷ്? എല്ലാരും ഒരു ലൈക് കമന്റ് സെക്ഷനിൽ യെസ് ഓർ നോ ഇടോ. യെസ്. അപ്പൊ നിങ്ങളുടെ ഒരു സിംഗിൾ ഇമേജ് ആണോ ഋഷികേഷ്? ഓഡിയോ മൈക്ക് ഒന്ന് ഓൺ ചെയ്യോ? എന്ത് പറ്റി? ആരോ ഒരാള്. ഹലോ ഋഷികേഷ്? മൈക്ക് വർക്കിംഗ് അല്ല. ഓക്കെ ഫൈൻ. ഹലോ, ഓഡിബിൾ ആണോ? ഇപ്പോഴും കട്ടാണോ? അല്ലല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്തായി? ഔട്ട്പുട്ട് വന്നോ? ആൽബിൻ ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്ന ആൽബിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഓൾറെഡി ഇവിടെ ബാക്കിൽ കിടക്കുന്നത് എന്റെ ഇമേജ് ആണ്. അപ്പൊ എന്റെ ഒരു ഫേസ് ഓൾറെഡി ഇതിൽ ഡിറ്റക്ട് ആയി. ഹിയർ ഫേസ് മാത്രം. ഞാൻ ഓൾറെഡി ഒരു പാസ്പോർട്ട് സൈസ് ഇമേജ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ഫേസ് മാത്രം ഡിറ്റക്ട് ചെയ്തു. ഓഡിയോ കട്ടാവുന്നുണ്ടോ? എല്ലാവരുടെയും വന്നോ? ഓഡിയോ കട്ടാവുന്നുണ്ട്. ഓക്കെ, എത്ര പേരുടെ ഇപ്പൊ വർക്കിംഗ് ആയി? ഹലോ, ഹലോ, ആൽബിൻ വർക്കിംഗ് ആയില്ല. വാട്ട് ഹാപ്പൻഡ്? എറർ കാണിക്കും. ഹലോ, എന്ത് പറ്റി? എറർ കാണിക്കും. എറർ കാണിക്കാണ്. എന്താണ് കാണിക്കുന്നത്? ആ എറർ ഒന്ന് വായിച്ചു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഹലോ, ഈ കറക്റ്റ് ഞാൻ തന്ന കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നീ എന്ത് ചെയ്തു? ഹലോ, ഓഡിയോ നല്ലോണം കട്ടാവുന്നുണ്ട്. നല്ല ഡിലേ വേറെ ആവുന്നുണ്ട്. ആർക്കെങ്കിലും എറർ ഉണ്ടോ? ഓക്കെ, എത്ര പേർക്ക് എറർ വന്ന്? ഹലോ, എറർ ഉണ്ട്. ഓക്കെ ആണ്, എറർ ഉണ്ട്. ഓക്കെ ആണ്. എറർ ഇല്ല ആൾക്കാരൊന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യോ? വാട്സപ്പ് ഗ്രൂപ്പില്ലേ നിങ്ങൾക്ക്? ആൽബിൻ ഇപ്പൊ സെറ്റ് ആയോ? നോക്കിക്കൊണ്ടിരിക്കുവോ? Okay. ഒരു ഇമേജ് ആഡ് ചെയ്ത് നോക്കിട്ട് വരാം. ഇപ്പൊ ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഇനി ഒന്ന് നോക്ക്. ഇപ്പൊ ഞാൻ ഈ ചെയ്തത് എന്താ? സിംഗിൾ ഇമേജ് അല്ലേ ചെയ്തേ?
അപ്പൊ എന്റെ ഫേസ് മാത്രം ഡിറ്റക്ട് ചെയ്തു. വാട്ട് ഇഫ് നമുക്ക് നോക്കാം കുറെ ഇമേജസ്, അതായത് കുറെ ഫേസസിൽ ഒരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെദർ ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെയല്ലേ ടെസ്റ്റിംഗ് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാരും എന്ത് ചെയ്തേ, ഗൂഗിളിൽ കയറിയിട്ട് ഒരു ഗ്രൂപ്പ് ഇമേജ് എന്തെങ്കിലും അടിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഇമേജ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചേ. ചെയ്തോ? ഹലോ, ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്തേ, ഇതേപോലെ ഫയൽ അപ്ലോഡ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2 ഓപ്ഷനാണ് ഇതിലുള്ളത്. ഡൗൺലോഡ്സ്, ഓക്കെ. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ ഉണ്ട്, അവിടെ ഒരു അപ്ലോഡ് ബട്ടൺ ഓൾറെഡി ഉണ്ട്. വെയിറ്റ് ചെയ്യൂ, ഞാൻ എന്ത് ചെയ്തു, ഈ ഇമേജിന്റെ നെയിം ഒന്ന് ഞാനൊന്ന് റീപ്ലേസ് ചെയ്യാണ്. സ്ക്രീൻഷോട്ടിന് കാണുന്ന പകരം എ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ആഫ്റ്റർ ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ബാക്ക് ടു നോർമൽ, ഞാൻ ആക്ച്വലി ഇതൊന്നും കൂടിയും പ്രോസസ് ചെയ്യാൻ പോവാണ്. റൺ ചെയ്തു ഒന്നും കൂടിയും. അപ്പൊ ചൂസ് ഫയൽസ് ഇതേപോലെ വന്നു. ഞാൻ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞൊരു ഇമേജ് ഇതിൽ ആഡ് ചെയ്തു. എ PNG ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, സെയിം ആസ് ദാറ്റ് ഇവിടെയും തന്നെ ഞാൻ എ കൊടുത്ത്. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്തു, ഞാനത് ഒന്നും കൂടി റൺ ചെയ്തു. അപ്പൊ നോക്കല്ലേ, നമുക്ക് നമ്മുടെ എല്ലാ ഇമേജസും അതേപോലെ, അയ്യോ ചൂസ് ഫോട്ടോ കൊടുത്തപ്പോൾ സ്ക്രീൻ ഈസ് നോട്ട് വിസിബിൾ, കാണില്ല. ഓക്കെ ഓക്കെ, ഞാന് നിന്റെ നേരത്തെ സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ പോയി. എന്താ സ്ക്രീൻ ഷെയർ? വാട്ട് അബൌട്ട് നൗ? ഓക്കെ ഓക്കെ, വിസിബിൾ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആഡ് ചെയ്യാണ്. അപ്പൊ ഗ്രൂപ്പ് ഫോട്ടോ ആഡ് ചെയ്തപ്പോ നോക്കിയേ, കണ്ടോ? അതിന്റെ ഇടയിൽ ഇവിടെ എന്തോ കയറി വന്നിട്ടുണ്ട്. അത് ഫേസസ് 11 ഫേസസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തോ ഒരു മിസ്റ്റേക്ക് ഇൻ ബിറ്റ്വീൻ കയറി വന്നതാണ്. ഓക്കെ, അപ്പൊ കണ്ടോ, ഇതേപോലെ തന്നെ 11 ഫേസസ് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് പറ്റി. അപ്പൊ എന്താ, നമ്മുടെ ഈ ഒരു കോഡ് കൊണ്ട് നമുക്ക് എന്ത് പറ്റി, ഒരു സിംഗിൾ ഫേസ് അല്ലാണ്ട് ഗ്രൂപ്പ് ഓഫ് ഫേസസും നമുക്ക് ചെയ്യാൻ പറ്റി. ഇതിൽ എത്ര പേർക്ക് പിറർ അടിച്ച് ഒന്നും കിട്ടാത്ത എത്ര പേരുണ്ട്? സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത എത്ര പേരുണ്ട്? ഞാൻ, സന്ദീപ്, സച്ചി. ഓക്കെ, വേറെ? ആൽബിൻ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ന്യൂ ടു കൊളാബ്. കൃഷ്ണവേണി. സോ അതുകൊണ്ടാണോ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്? കൃഷ്ണപ്രിയ, മേ ബി. ഓക്കെ ഫൈൻ. എനിവേസ് ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ അപ്പൊ നമ്മുടെ കൊളാബ്. നമുക്ക് ഡെയിലി ഇതിൽ നമുക്ക് 2-3 പ്രൊജക്ട്സും കാര്യങ്ങളും എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഹാൻഡ്സ് ഓൺ ആയിട്ട് നിങ്ങൾ അത് ചെയ്യണം. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടിയും ഇതിനെക്കുറിച്ച് നോളജബിൾ ആയിരിക്കും. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? അതായത് കൊളാബ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? യു ഗൈസ് ആർ സെക്കൻഡ് ഇയർ
റെക്കോർഡ് സെഷൻ കിട്ടോ? അത് ആക്ച്വലി ലൈക്ക് ഓഫീസിൽ ചോദിക്കേണ്ടി വരും. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പ്രോഗ്രാം കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ മിസ് ഫെമിനാസ് ക്യൂനാസ് നോ ഷീ ലെഫ്റ്റ്. ഓക്കെ, എനിവേസ് ഞാൻ ആ കോഡ് ചെയ്യാം. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അത് യൂസ്ഫുൾ ആവുമല്ലോ എല്ലാവർക്കും. ഓക്കെ ഫൈൻ. ഓക്കെ, ഇങ്ങനെ കാണിക്കും. പ്രോഗ്രാം കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ ഈ കോഡ് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാഡത്തിനോട് പറയും ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വാട്സ്ആപ്പ് ത്രൂ ചോദിച്ചാലും മതി. ഫൈൻ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും ഈ സാധനം വർക്കായോ? ഗോവിന്ദ്. അപ്പോ ഐ ഗസ് ഇപ്പൊ നിങ്ങളെല്ലാരും ഗ്രൂപ്പ് ഇമേജും ചെയ്തു, സിംഗിൾ ഇമേജും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ, ഗൂഗിൾ കൊളാബ് നമുക്ക്. ആൻഡ് ഓൾസോ ഞാൻ ഒരു ഫീച്ചർ കൂടി കാണിച്ചു തരാം. ഇതിന്റെ സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് എന്ത് പറ്റും, ഇതിൽ ആക്ച്വലി ജെമിനൈന്റെ ഇൻട്രൂഷൻ ഉണ്ട്. നമുക്ക് ഇതിപ്പോ ഓൾറെഡി ഞാൻ സേവ്ഡ് ഫയലാണ്. ഇപ്പൊ ഓൾറെഡി ഒരു ന്യൂ സംഭവം ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂ നോട്ട്ബുക്ക് എടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂ നോട്ട്ബുക്ക് ഇൻ ഡ്രൈവ്. കാണുന്നുണ്ടോ? അതായത് നോക്കിയേ, ഇവിടെ ഓൾറെഡി ജെമിനൈന്റെ ഹെൽപ്പ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഇറേഴ്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ചോദിച്ച് ഇറേഴ്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫൈൻ, ക്ലിയർ അല്ലേ? ഓക്കെ, ഐ ഹോപ്പ് ഇന്നത്തെ സെഷൻ എല്ലാവർക്കും, നമ്മളിന്ന് ജസ്റ്റ് ഡിസ്കഷൻ പോലെ ചെയ്തോളൂ. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ കൊളാബ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായിരുന്നു ഇതിന്റെ മെയിൻ ഇന്നത്തെ ഇന്റൻഷൻ. അത് ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, ബോറിംഗ് ആയിരുന്നില്ല സെഷൻ തോന്നുന്നു. ആർക്കെങ്കിലും ഒരാൾക്കൊന്നൊരു റിവ്യൂ പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒരു ഓൾറെഡി 2:85 ആയി. സോ ഓൾറെഡി ടൈം ടു കൺക്ലൂഡ്. സോ ആരെങ്കിലും ഒരാള്, ആൽബിൻ അല്ലേ കുറെ ഇൻ ബിറ്റ്വീൻ റിപ്ലൈ ചെയ്യുന്ന ആൽബിൻ? ഐശ്വര്യ, ഓക്കെ. ലൈക്ക് ഈ സെഷനെ കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ്, ടെക്നിക്കൽ ഇഷ്യൂ എനിക്ക് മനസ്സിലായി. ഇടയ്ക്ക് വോയിസ് കട്ടാവുണ്ടെന്ന് പറഞ്ഞു. അതല്ലാണ്ട് സെഷൻ എടുക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയോ? അങ്ങനെ ഇറിഗേഷൻസ് ആയിട്ട് തുടങ്ങിയത് ഓഡിയോ മാത്രമേ ഉള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് കട്ടാവുന്നുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും ലൈക്ക് യൂസ്ഫുൾ ആണ്, അതേപോലെ തന്നെ എൻഗേജിങ് അല്ലേ സെഷൻ? ആണ്, യൂസ്ഫുൾ ആണ്. ഓക്കെ, താങ്ക് യു. കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ എല്ലാവർക്കും ഞാൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നൗ ബിഫോർ വി കൺക്ലൂഡ്, ലെറ്റ് മീ ലീവ് യു വിത്ത് വൺ തോട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് നോട്ട് ജസ്റ്റ് അനദർ ടെക്നോളജി ട്രെൻഡ്. ഇറ്റ്സ് എ becoming part of almost every industry and every profession around us. So today we learned what is AI, how it evolved, and how it differs from human intelligence, the relationship between AI, ML, deep learning, and where we encounter AI in our daily lives. So always remember, AI is not here to replace humans, okay? AI is just a tool. The real power comes when human creativity, critical thinking, and problem-solving skills work together with AI. So, as you guys are bachelor students, you are entering the field at the most exciting times in the history. The students who stay curious, keep learning, and adapt to new technologies will have tremendous opportunities in the future. So don't be afraid of AI, explore it, experiment with it, and learn from it, and use it responsibly. I hope എല്ലാവർക്കും അറിയാം പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് AIക്ക്. യൂസ്ഫുൾ ആയിട്ടുള്ള അതല്ലെങ്കിൽ ലൈക് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള വേയിൽ മാത്രം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സോ ടുഡേസ് സെഷൻ ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് AI journey. Thank you for all your active participation. I hope you enjoyed session and learned something new, right? എവിടെ ചാറ്റ് ഒക്കെ ഇതൊന്ന്? ഓക്കെ, സന്ദീപ്
എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യൂ. ഓക്കെ ഫൈൻ. So see you in the next class. Until then, stay curious and keep learning. Thank you everyone. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്ന് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി. I'll reply you as soon as possible. Thank you guys. Good night. Thank you.